ഈ അടുത്ത കാലത്തെ നമ്മുടെ നാട്ടിൽ നല്ല പ്രചാരത്തിൽ വന്ന ഒരു ഫ്രൂട്ടാണ് അബിയു. ഈ അബിയുവിൻ്റെ ആസ്ഥാനം എന്ന് പറയുമ്പോൾ അമേരിക്കൻ ഫ്രൂട്ടാണ് ഈ ഫ്രൂട്ട്. ഈ അബിയുവിലൊരു 4-5 വെറൈറ്റി ഉണ്ട്. ഈ വെറൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കേട്ടോ, നമ്മുടെ കവറിൽ ഗ്രോബയിൽ കാച്ചു നിൽക്കുന്നത്. ഇതിലിപ്പോൾ ഏകദേശം എത്ര കായുണ്ട്, ഒരു 10 കൂടുതൽ കായ ഇതിനകത്തുണ്ട്. 15ഓളം കാവുള്ള വേറെയും നമ്മുടെ ഇരിപ്പുണ്ട്. ഈ കാച്ചു തുടങ്ങിയ പ്ലാന്റ് ഈ ടൈപ്പിലുള്ളത് നമ്മുടെ ഏകദേശം ഇപ്പോൾ ഒരു 100ഓളം ഈ ടൈപ്പുള്ള അബിയു പ്ലാന്റ് എൻ്റെ പുറകെ ഇരിപ്പുണ്ട്. അവിടെ അപ്പുറത്ത് താഴെ അവിടെയൊക്കെ ധാരാളം ഇരിപ്പുണ്ട്. ഒരു 100ഓളം പ്ലാന്റ് ഈ കാവുള്ള ഇതേപോലത്തെ കാവുള്ള ടൈപ്പ് പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഈ വെറൈറ്റി എന്ന് പറയുമ്പോൾ നിബിൾ ടൈപ്പാണ്. നിബിൾ അതാണ്ട് ഈ കാണുന്നുണ്ട്, നിബിൾ വെറൈറ്റി പെടുന്ന ഒരു വെറൈറ്റി ടൈപ്പാണ് ഈ കാണുന്നത്. ഇതിങ്ങനെ ഇതിൻ്റെ അഗ്രഭാഗം നമ്മുടെ നിബിൾ പോലെ ഇങ്ങനെ ഒരു ഈ രീതിയിൽ കാണുന്നതാണ്. പിന്നെ ഇതിൻ്റെ ജൈൻ്റ് അബിയു ഉണ്ട്. അത് ഏകദേശം ഒരു കിലോയോളം വലിപ്പം വരും. കാ വലിപ്പം കൂടുതലുള്ളതാണ്. അതിൽ കുറച്ച് എണ്ണം കുറവായിരിക്കും, കാ നല്ല വലിപ്പമായിരിക്കും, 1 കിലോ വരും. ഇത് ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 500-600 ഗ്രാം ഒരു പഴുത്ത് പാകമാകുമ്പോഴത്തേക്ക് അതുകൊണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജെല്ല് പോലത്തെ ഒരു ഫ്രൂട്ടാണ്. അത് ഐസ്ക്രീം കഴിച്ചതുപോലെ ഇരിക്കും. അതായത് നമ്മുടെ പനന്നൊങ്ക്, ഇളം പനന്നൊങ്ക് കഴിച്ചാലുള്ളൊരു ടേസ്റ്റാണ് ഇതിൽ വരുന്നത്. തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഐസ്ക്രീം കഴിച്ചതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ നമുക്ക് പ്രചാരത്തിൽ വന്നെങ്കിലും കൂടുതൽ ഷോപ്പുകളൊന്നും വാങ്ങാൻ കിട്ടാറില്ല. ഇത് വീട്ടിൽ ഉണ്ടെങ്കിൽ അവരാരും കൊടുക്കാറില്ല. ഇതിൻ്റെ ഇനി ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് പറിച്ച് വെച്ച് പിന്നെ പഴുപ്പിക്കാൻ പറ്റില്ല. പഴുത്ത അന്ന് നമ്മൾ കഴിക്കണം, അല്ലെങ്കിൽ അന്ന് ഫ്രിഡ്ജിൽ വെച്ച് അടുത്ത ദിവസം കഴിക്കണം. ആ ഒരു രീതിയാണ്. മരത്തിൽ നിന്ന് പറിച്ച് നമ്മൾ മാറ്റി വെച്ച് പിന്നെ പഴുക്കാമെന്ന് വിചാരിച്ചാൽ പഴുക്കില്ല, അതിരുന്ന് പെട്ടെന്ന് കേടാവുകയുള്ളൂ. ആ ഒരു വെറൈറ്റിപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ഈ കാണുന്നത് അബിയു. നല്ല ഫ്രൂട്ടാണ്. ഇത് ബാരലിൽ വേണമെങ്കിലും നമുക്ക് വയ്ക്കാം. ബാരലിൽ നമ്മളവിടെ ധാരാളം വെച്ച് കാച്ചതിപ്പുണ്ട്, അത് ഞാൻ കാണിക്കാം. ഇതെല്ലാവരും ഒരു ഫ്രൂട്ടെങ്കിലും, ഒന്നല്ല 2 ഉണ്ടെന്നുണ്ടെങ്കിൽ പോളിനേഷൻ നടന്ന് കായ്ഫലം കൂടാൻ നല്ലതാണ്. അടുത്തടുത്ത് 2 ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അത് കായ്ഫലം കൂടാൻ നല്ലതാണ്. പലരും ഒരു പ്ലാന്റ് കൊണ്ടുവച്ചിട്ട് അത് കായ്ക്കുന്നില്ല എന്ന് പരാതി പറയും. പൂ ധാരാളം വരും, കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഈ പൂ കൊഴിഞ്ഞു പോകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പോളിനേഷൻ ശരിക്കും നടക്കാതെയാണ്. 2 പ്ലാന്റ് അബിയുവിൻ്റെ 2 പ്ലാന്റ് അടുത്തടുത്തുണ്ടെങ്കിൽ ധാരാളം കാ നമുക്ക് ചെറുതിലെ കാച്ചി കിട്ടുന്ന ഒരു നല്ലൊരു വെറൈറ്റി പ്ലാന്റാണ് ഈ കാണുന്ന അബിയു. ഇതിലെല്ലാം കാവുണ്ട്, ഇതായിരിക്കുന്നതല്ല. ഇതിപ്പോൾ ഒരെണ്ണം ഞാൻ മാറ്റി വെച്ചത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അത് കാണാൻ വേണ്ടി മാറ്റി വെച്ച് പറഞ്ഞാണ്. ഇതിലെല്ലാം കാവുണ്ട്, അതുകൊണ്ട് ഇതിലെല്ലാം നിറച്ച് കാ ധാരാളം ഇരിക്കുന്ന അബിയു പ്ലാന്റാണ്. ഇതിൻ്റെ ഏകദേശം ഒരു 100ഓളം പ്ലാന്റ്, ഞാൻ കളവ് പറയുന്നതല്ല, നമ്മുടെ നഴ്സറിയിൽ വന്നാൽ അത് കാണാം. നമ്മുടെ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന പ്ലാന്റുകൾക്ക് മിക്കവാറുമുള്ള പ്ലാന്റുകളിൽ ഫ്രൂട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രൂട്ടോട് കൂടിയ പ്ലാന്റുകളുണ്ട്. അതിന് നിങ്ങൾ അധികം കൂടുതൽ കാശ് തരണ്ട. ഇതിപ്പോൾ ഇതിനകത്തൊരു 10-12 കായുള്ള ഒരു 15ഓളം കായുള്ള വേറെ നമ്മുടെ അബിയു പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിലുണ്ട്. നിങ്ങൾ നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് കാണാം. ഫ്രൂട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ കാശ് തരേ വേണ്ട. നമ്മുടെ നഴ്സറിയുടെ ലൊക്കേഷൻ മറക്കണ്ട. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ അമരവിള റെയിൽവേ സ്റ്റേഷനും അമരവിള ചെക്ക് പോസ്റ്റിനും തൊട്ടടുത്താണ്. അതായത് നാഷണൽ ഹൈവേ റോഡിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ഉള്ളിലോട്ട് വരണം. കണ്ണൻകുഴി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. നമ്മുടെ നഴ്സറിയിലുള്ള പ്ലാന്റുകളെന്ന് പറഞ്ഞാൽ ചെടികളില്ല, ഫലവൃക്ഷ തൈകൾ മാത്രം വിൽക്കുന്ന നഴ്സറിയാണ് നമ്മുടെ നഴ്സറിയിലുള്ളത്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാന്റുകൾ 10 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിലുണ്ട്.